നമസ്കാരം. ഞാൻ ഇന്ത്യൻ മാർഷൽ കളരി ഗുരുത്തിലെ കർണാടക മാഷാണ്. പഠിപ്പിക്കാൻ പോകുന്നത് ഒരു പ്രാണായാമം. വേറൊന്നില്ല, ഇവരുടെ പഠിച്ചത് മഹത് പ്രാണായാമം. എന്താണ് മഹത് പ്രാണായാമം? അത് ആ സിലബസിൽ തന്നിട്ടുണ്ട്. ഇത് പ്രാണായാമം, മഹത് പ്രാണായാമം. ഈ പ്രാണായാമം നിങ്ങളെ പരിശീലിപ്പിക്കാൻ പോകുന്ന പ്രാണായാമം ഇവർ പരിശീലിച്ച് കഴിഞ്ഞതാണ്. നമ്മുടെ പ്രാണായാമങ്ങൾ എത്രയുള്ളതെന്നറിയാം. അക്കാഡമിക്ക് ദീർഘായുസിനും ചികിത്സയ്ക്കും 38 തരത്തിലുള്ള ലഘു പ്രാണായാമമാണ്. ഇത് മറ്റുള്ള സ്ഥലങ്ങളിലും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വളരെ ചുരുക്കമാണ്. നമ്മൾ കളരിക്ക് പോയാൽ കളരി പഠിക്കാൻ, കരാട്ടയ്ക്ക് പോയാൽ കരാട്ടെ. അവിടെ ഒരു പ്രാണായാമത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് വളരെ ചുരുക്കമാണ്, കേൾക്കാനേ ഇല്ല. പക്ഷെ നോക്കി, ഒരുപാട് കാര്യങ്ങളും ബുക്കുകളും പഠിച്ചതിന് ശേഷമാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. ഇത് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി. എന്താണ് ഈ പ്രാണായാമം? പ്രാണായാമം ചെയ്താൽ യോഗികൾ വരെ പല രോഗങ്ങളെ ഈ ഒരു പ്രാണായാമത്തിൽ, അതായത് പ്രാണായാമത്തിലെ പ്രാണശക്തി കൊണ്ട് ആ രോഗങ്ങളെ മാറ്റി നിന്ന് വളരെ പൂർവികർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പ്രാണായാമം കൂടി ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. ശ്രദ്ധയോടുകൂടി നിൽക്കുക. വളരെയേറെ പ്രധാനപ്പെട്ട പ്രാണായാമം ഇപ്പം ചെയ്യാൻ പോകുന്നത് മഹത് പ്രാണായാമം. എന്താണ് മഹത് പ്രാണായാമം ഇതാണ് മഹത് പ്രാണായാമം. എല്ലാ പ്രാണായാമങ്ങളുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഇതിൽ തന്നിരിക്കുന്നത് 7ാമത്തേതിലാണ് മഹത് പ്രാണായാമം. ശ്വാസകോശത്തിൻ്റെ 3 ഭാഗങ്ങൾക്ക് നിയന്ത്രണം ലഭിക്കുന്നതിന് സഹായമായി ഒരു കൈ നെഞ്ചിന് താഴെയും മറ്റേ കൈ നെഞ്ചിന് നടുവിലും നിവർത്ത് ചേർത്ത് വയ്ക്കുക. താഴെ ഭാഗത്ത് ശ്വാസം നിറഞ്ഞു കഴിയുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന കൈയ്യ് മുകൾ നെഞ്ചിലേക്ക് മാറ്റുക. കൈ വയ്ക്കുന്നതനുസരിച്ച് മനസ്സിനെ ആ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുക. സാവധാനത്തിൽ 6 പ്രാവശ്യം ദീർഘമായി ശ്വസിക്കുക. അതിൻ്റെ ഗുണങ്ങളാണ്: ആസ്മ, ക്ഷയം മുതലായവ കുറയുന്നു, ശ്വാസതടസ്സം മാറുന്നു, ഏകാഗ്രത ലഭിക്കുന്നു. നോക്കി, മഹത് പ്രാണായാമം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട പ്രാണായാമം. നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതാണ് ഈ പ്രാണായാമം. നമ്മൾ ജനിച്ച് വീഴുമ്പോൾ പോലും മരിക്കുന്നവരെ എല്ലാവരും പ്രാണായാമം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, നമ്മുടെ ശ്വാസോച്ഛ്വാസമാണ് ഈ പ്രാണായാമം. പ്രാണനെ സ്വീകരിക്കുന്നതാണ് പ്രാണായാമം. നമ്മൾ വികലമായ രീതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. അത് കൃത്യമായ രീതിയിൽ ആ പ്രാണശക്തി ഓരോരോ അവയവങ്ങളിലേക്കും കൃത്യമായി വിട്ടു കഴിഞ്ഞാൽ ആ അവയവം ഏതാണോ അത് ശക്തി പ്രാപിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ക്ഷീണം മാറുകയാണ്. അതാണ് പ്രാണായാമം. ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട നോക്കുന്നത് നമ്മുടെ ലങ്സ്. ആ ലങ്സിന് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതലായി വികസിപ്പിക്കാനും വളരെയേറെ ചുരുക്കാനും സാധിക്കുന്ന ഒന്നാണ് മഹത് പ്രാണായാമം. അതിൻ്റെ ചെയ്ത് കാണിക്കുകയാണ്. ശ്രദ്ധയോടുകൂടി നിൽക്കുക. നമ്മുടെ ഇടത് കൈയുടെ ഈ വിരൽ നോക്കി, ഈ വിരൽ നമ്മുടെ മുലക്കണ്ണിന് പറയുന്നത് നിപ്പിളിൻ്റെ ഭാഗത്ത് വയ്ക്കുന്നു. ഉണ്ടോ? ഇവിടെ വെച്ച് കഴിഞ്ഞു. ആ കൈക്ക് മാറ്റമില്ല, അത് നടുക്കുള്ളത്. അടുത്ത് നമ്മൾ നോക്കിയ താഴെ ശ്വാസകോശത്തെ നമ്മൾ 3ആയിട്ട് തിരിക്കുകയാണ്. മേൽഭാഗം, നടുഭാഗം, അടിഭാഗം. ഈ അടിഭാഗത്ത് കൈ വെച്ച് കഴിയുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ശ്വാസം കംപ്ലീറ്റ് കളയണം. അതായത് ഒരു കുടത്തിൽ വെള്ളം എടുക്കുകയാണ്. വെള്ളം എടുക്കുമ്പോൾ അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അടിഭാഗം നിറയുന്നു, നടുഭാഗം നിറയുന്നു, മുകൾ ഭാഗം നിറയുന്നു. അതുപോലെ 3 ഭാഗത്ത് ഈ താഴെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് കംപ്ലീറ്റ് കഴിയാവുന്നത്ര ശ്വാസകോശത്തെ ഒതുക്കി ചുരുക്കി അശുദ്ധവായു വിറയിക്കുക. എന്നിട്ട് ശുദ്ധവായു ഉള്ളിലേക്ക് വലിക്കുകയാണ്. പ്രാണവായുവാണ് നമ്മൾ കയറ്റുന്നത്. നോക്കിയോളൂ, ഞാൻ ചെയ്യുന്നത് നോക്കാൻ ശ്രദ്ധിച്ച് ഒഴിക്കാം. ആദ്യം വായു കളയും, പിന്നെ എടുത്ത് നിറയ്ക്കും. ലാസ്റ്റ് നിറയുമ്പോൾ ഒരു നെല്ലട പോലും ബാക്കി ഉണ്ടാവില്ല, അത്രയേറെ ശ്വാസം വലിച്ചെടുക്കും. മുഖത്ത് കാണാവുന്ന തോന്നും, പ്രത്യേകിച്ച് കാണാവുന്ന ശ്രദ്ധിക്കുക. കണ്ടോ? നമ്മൾ ആദ്യം കളയാണേ. ഇപ്പോൾ എൻ്റെ ശ്വാസകോശത്തിന് എത്രയേറെ വികസിക്കാൻ പറ്റും അത്രയും വികസിച്ചു.
ചുരുക്കാൻ പറ്റാത്ത ഇത് നമ്മുടെ ശ്വാസകോശത്തിന് ഏറ്റവും അധികം ശക്തി തരുന്ന ഒരു പ്രാണായാമമാണ്. ഇത് കഴിയുന്നതും എല്ലാവരും ചെയ്യുക. പക്ഷെ ആദ്യം ഒരു 2-3 തവണ ചെയ്യുക, പിന്നെ നല്ല പരമാവധി 6 തവണ ചെയ്യാവോ, അതിൽ കൂടുതൽ ചെയ്യേണ്ട. നമ്മുടെ ലെഗ്സ് നല്ല പവറായി കിട്ടും. ഈ പവർ പ്രാണായാമം ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളും അതായത് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. കഴിയുന്ന യോഗ ചെയ്യുന്ന പോലെ വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ചെയ്യാതിരിക്കുക. അഥവാ അത്യാവശ്യം ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ആകാവുന്ന മാതിരി നിങ്ങൾ പരിശീലിച്ചോളൂ. വളരെയേറെ ഗുണങ്ങൾ കിട്ടുന്നതാണ്. ഈ പ്രാണായാമം, മഹത് പ്രാണായാമം ഞങ്ങൾ നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ചാണ്. നിങ്ങളിത് കാണാൻ നിന്ന നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.